പരുപ്പത്തിരി, പഞ്ഞൽപ്പത്തിരി, മീൻമുട്ടപ്പത്തിരി, മീനട, പരുവട, പരുചുട്ടത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. എന്നാൽ പിന്നെ നമുക്കങ്ങ് ഉണ്ടാക്കിയാലോ? ഒരിക്കൽ ടേസ്റ്റ് അറിഞ്ഞാൽ ആയുഷ്കാലം മുഴുക്കെ. പരുവിലേക്കൊരു 7-8 ചെറിയുള്ളി കുനുകുനാന്നരിഞ്ഞതും, ഒരു പച്ചമുളക് അരിഞ്ഞതും, ഒരു പിടി തേങ്ങ തിരുമിയതും, ആവശ്യത്തിനുള്ള ഉപ്പും, ശകലം വറുത്തു പൊടിച്ച കുരുമുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, എരിവ് കുറഞ്ഞത് വേണേ, ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. പരു പൊട്ടണമെങ്കിൽ അങ്ങ് പൊട്ടിക്കോട്ടെ, അത്രയും ടേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഉഴുന്നിറങ്ങും. ശേഷം പാനിലേക്ക് നമുക്കൊരു വാഴയില നിരത്തി ഞെരടി പിതുക്കി എടുത്ത് വെച്ചിട്ടുള്ള പരുവിനെയും കൂട്ടരെയും വാഴയിലേക്ക് നിരത്തി കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് അമർത്തി അട പോലെ ആക്കി എടുക്കണം. ലാസ്റ്റ് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ കൂടി മുകളിലേക്ക് തൂകി അടുപ്പ് കത്തിക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് മാറ്റി ഒരു സൈഡ് 6 മിനിറ്റ് കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാനേ, അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സൈഡ് വെന്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വേറൊരു വാഴയില മുകളിലേക്ക് കമഴ്ത്തി വെച്ച് ഒരു പാത്രം സപ്പോർട്ടിന് അതിൻ്റെ മുകളിലേക്കും വെച്ച് പാൻ തിരിച്ചെടുത്ത് മുകളിലെ ഇല മാറ്റുമ്പോൾ സംഗതി നന്നായി വെന്ത് മുരിഞ്ഞിട്ടുണ്ടാവും. ശേഷം വീണ്ടും ശകലം എണ്ണ കൂടി തൂകി അടച്ചു വെച്ച് ഒരു 6 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ചാൽ നാട് മുഴുക്കെ മണം പരക്കും, വീട് നിറയെ മണം പരക്കും. കഴിക്കണ നിങ്ങൾക്ക് കൊതിയും പിടിക്കും. ചാളപ്പരുവിൻ്റെ സീസണാണ്. മുട്ട ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. എല്ലാവരും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.